ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ കൊണ്ടുള്ള ഒരു റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും വെള്ളയപ്പത്തിനും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ചെമ്മീൻ റോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി. ഇനി വീഡിയോയിലോട്ട് പോകാം. ചെമ്മീൻ റോസ്റ്റിന് വേണ്ടിയിട്ട് 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി ക്ലീൻ ചെയ്തിട്ട് എടുക്കാം. ചെമ്മീന് മുറിച്ച് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂണ് ഉപ്പ്, 1 ടീസ്പൂണ് നാരങ്ങ നീര് അല്ലെങ്കിൽ വിനെഗർ ചേർത്ത് നന്നായി കൈനെ കൊണ്ട് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇതിനി 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം, മസാലയൊക്കെ നന്നായി പിടിക്കാൻ. ഇത് വലിയ ചെമ്മീനാണ്, അതുകൊണ്ട് മുറിച്ച് കഴിയുമ്പോഴേക്ക് 1/2 കിലോ ആണെങ്കിലും മുറിച്ച് കഴിയുമ്പോഴേക്ക് ഇത് കുറച്ചേ ഉള്ളൂ. ഒരു പാന് വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ചെമ്മീനിന് മറ്റേ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ ഫ്രൈ ചെയ്ത് കഴിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ് അങ്ങനെ വെന്താൽ മതി. 2 മിനിറ്റ് 3 മിനിറ്റ് വെന്താൽ മതി. കൂടുതൽ ഫ്രൈ ചെയ്തിട്ടെടുക്കണ്ട. ഫ്രൈ ചെയ്ത ചെമ്മീന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതേ ചെമ്മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ സവാളയും ചെറിയ ഉള്ളിയും ചേർത്ത് ചെറുതായി അരിഞ്ഞിട്ടാണ് ഉള്ളത്. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ പീസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കാം. അതുപോലെ 4-5 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടില്ല 1 തക്കാളി ചേർത്ത് വഴറ്റിയെടുക്കാം. കുറച്ച് കരിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി 1/2 ഗ്ലാസ് തിളപ്പിച്ച ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കാം. മസാലയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായി വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. 1/4 സ്പൂണ് ഗരം മസാലയും ചേർക്കാം. കരിവേപ്പിലയും ചേർക്കാം. പ്രോൺസ് റോസ്റ്റ് ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഡ്രൈ ആവണം. ചപ്പാത്തി, പൊറോട്ട, ചോറിനൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതാണ് ചെമ്മീൻ റോസ്റ്റ്. ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിന് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ് ഇത് ചപ്പാത്തിക്കും പൊറോട്ടക്കും ചോറിനൊക്കെ കഴിക്കാൻ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.